يا سيدي سندي غوثي ويا مددي كلي ظهيرا على الأعداء بالمدد مجير عرضي وخذ بيدي مدى مددي خليفة الله فينا محيي الدين. ഗൗസുൽ ആലം ഖുതുബുൽ അഖ്താബ് അവരുടെ അനുസ്മരണ മാസമാണ്. എന്തുകൊണ്ടാണ് ലോക പണ്ഡിതന്മാർക്കിടയിൽ, ഔലിയാക്കന്മാർക്കിടയിൽ ഏറ്റവും കൂടുതൽ ഷേഖ് അവർകൾ ശ്രദ്ധിക്കപ്പെടുന്നത്? ലോകം മുഴുക്കെ അവരെ അംഗീകരിക്കുന്നതും അവരുടെ റൂട്ടിൽ, മാർഗത്തിലായി പ്രവർത്തിക്കാൻ വേണ്ടി ആഗ്രഹിക്കുന്നതും എന്ന് നാം പഠിച്ചറിയേണ്ട, കേട്ടറിയേണ്ട ഒരു കാര്യമാണത്. ഇന്ത്യയിൽ പ്രത്യേകിച്ചും, ഇന്ത്യൻ സബ് കോണ്ടിനെൻറ്റിൽ, ഇന്ത്യയും പാകിസ്ഥാനും ബംഗ്ലാദേശും അതുപോലെ സെൻട്രൽ ഏഷ്യയിലെ ഒട്ടുമിക്ക രാജ്യങ്ങളിലും, ആഫ്രിക്കയിലെ പല രാജ്യങ്ങളിലും, യൂറോപ്പിലുമെല്ലാം ഷേഖ് അബ്ദുൽ ഖാദിർ ജിലാനി തങ്ങളവരുടെ പ്രചാരണ പ്രവർത്തനങ്ങളും അവരുടെ ആ പ്രസ്ഥാനത്തിൻ്റെ കൈവഴികളും നിറഞ്ഞ് ഒഴുകുന്നതായി നമുക്ക് കാണാൻ സാധിക്കും. ഇസ്ലാമിക പ്രബോധന മേഖലയിൽ അവസാനത്തെ കണ്ണിയായ തിരുദൂതർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ശേഷം പിന്നെ നബിമാർ വരാനില്ല. പിന്നെ ഈ ഉമ്മത്തിലെ ഉലമാഇനെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ ദൗത്യമേൽപ്പിച്ചിരിക്കുന്നത്. എല്ലാവർക്കും ദഅവത്തിൻ്റെ ദൗത്യമുണ്ട്. എന്നാൽ അതിൽ നിന്ന് ഉലമാ, ദീനിൻ്റെ ദഅവത്തിന് വേണ്ടി ഖാസായി നിൽക്കുന്ന ആളുകൾ ഉണ്ടാകും. അതിലേറ്റവും വലിയ മഹത്വം വരിച്ചിട്ടുള്ളവരാണ് ബഗ്ദാദ് കേന്ദ്രമായി പ്രവർത്തിച്ച് വിശ്വോത്തര ഇസ്ലാമിക ജ്യോതിഷായി മാറിയ ഷെയ്ഖ് അബ്ദുൽ ഖാദിർ അൽ ജിലാനി. അവരുടെ ജീവിതത്തിൻ്റെ പ്രത്യേകത എന്തായിരുന്നു എന്ന് നമുക്ക് നോക്കാം. അവർ ചെറുപ്പത്തിലെ വാപ്പ മരിച്ചു പോയിട്ടുണ്ട്. യതീമായിട്ടാണ് വളർന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെപ്പോലെ തന്നെ. ഓത്തിനു വേണ്ടി ബാഗ്ദാദിലേക്ക് ഉമ്മ പറഞ്ഞയക്കുകയാണ്. ഓത്തിനു വേണ്ടി അയക്കുമ്പോൾ കുറച്ച് ചെലവിന് വേണ്ടിയുള്ള നാണയങ്ങൾ 40 ദീനാർ, 80 ദീനാർ അവരുടെ കയ്യിൽ കൊടുക്കുകയും 40 ദീനാർ അവരുടെ കയ്യിൽ കൊടുത്തു. അത് വളരെ സൂക്ഷ്മമായി വസ്ത്രത്തിൻ്റെ ഉള്ളിലെ പോക്കറ്റിൽ തുന്നിപ്പിടിപ്പിച്ച് വെച്ച് കൊടുക്കുകയും ചെയ്തു. പക്ഷേ വഴിയിൽ വെച്ച് അതിദുർഘടമായ യാത്രയാണല്ലോ ഗെയ്ലാനിൽ നിന്ന് ബാഗ്ദാദിലേക്ക്. ഗെയ്ലാൻ എന്നാണ് മലയാളത്തിലെ ഗ എന്ന് പറയുന്ന അക്ഷരമാണ് പേർഷ്യൻ ലാംഗ്വേജിൽ ഗെയ്ലാൻ. അറബിയിൽ ഗ ഇല്ലാത്തത് കൊണ്ട് ചിലർ ക എന്നെഴുതും, മറ്റു ചിലർ ജ എന്നെഴുതും. അതുകൊണ്ടാണ് കൈലാനി എന്നും ജീലാനി എന്നും ആയത്. യഥാർത്ഥത്തിൽ ഗെയ്ലാനിയാണ്. ഗെയ്ലാനി പെട്ടെന്ന് മനസ്സിലാവല്ലോ. ഗെയിൽ എല്ലാവർക്കും അറിയാം. ഗെയ്ലാൻ എന്ന് പറയുന്ന പ്രദേശത്തു നിന്ന് ബാഗ്ദാദിലേക്കുള്ള യാത്ര പഴയകാലത്തല്ലേ നടന്നുള്ള യാത്രയാണ്, അല്ലെങ്കിൽ കഴുതയോ ഒട്ടകമോ അങ്ങനെയുള്ള വാഹനങ്ങളാണ്. യാത്രകൾക്കിടയിൽ പലപ്പോഴും കൊള്ള സംഘങ്ങൾ അന്ന് പതിവാണ്. മരുഭൂമികളിലൂടെ, കാടുകളിലൂടെയൊക്കെ പോകുമ്പോൾ അവിടെയൊക്കെ പതിയിരുന്ന് യാത്രാ സംഘങ്ങളെ കൊള്ളയടിക്കുന്ന വലിയ സംഘങ്ങളുണ്ടാകും. ആ സമയത്ത് ഈ കുട്ടിയുടെ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടു പോകരുത് എന്ന വസൂയത്തോടെയാണ്, എന്ന താല്പര്യത്തോടെയാണ് ഉമ്മ അത് കുപ്പായത്തിനുള്ളിൽ തുന്നിപ്പിടിപ്പിച്ചു കൊടുത്തത്. പക്ഷേ കൂട്ടത്തിലൊരു വസൂയത്തും ചെയ്തു, മകനെ കള്ളം പറയരുത്, ഒരിക്കലും ജീവിതത്തിൽ സത്യസന്ധത പുലർത്തണം, കള്ളം പറയരുത്. അങ്ങനെയാണ് വഴിയിൽ വെച്ചൊരു കൊള്ളസംഘം പിടികൂടി എല്ലാവരെയും പരിശോധിച്ചു കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഒരാൾ ഈ കുട്ടിയെ പരിശോധിച്ചപ്പോൾ എന്താണ് കയ്യിലുള്ളതെന്ന് ചോദിച്ചപ്പോൾ എൻ്റെ അടുത്ത് 40 ദീനാറുണ്ട് എന്ന് പറഞ്ഞു. എന്തായാലും അത് കളിയാക്കുകയായിരിക്കും എന്ന് കരുതി വിട്ടച്ചു. ഉള്ളവർ പറയുമോ കള്ളൻ്റെ മുന്നിൽ?
അപ്പോൾ അടുത്ത ആളുടെ അടുത്തെത്തി. അയാൾ ചോദിച്ചു, അപ്പോഴും പറഞ്ഞു എൻ്റെ കയ്യിൽ 40 ദീനാറുണ്ട്. എന്താ അത്ഭുതമായി കൊള്ളക്കാർക്ക്, ഒരു കൊച്ചു ബാലൻ ഇങ്ങനെ കയ്യിലുള്ളത് തുറന്നു പറയുന്നത് എന്തുകൊണ്ടാണ്? അപ്പോൾ എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത് എന്ന് ചോദിച്ചപ്പോൾ ആ കുട്ടി പറഞ്ഞു, എൻ്റെ ഉമ്മയോട് ഞാൻ മുആഹദ് ചെയ്തിട്ടുണ്ട്, കോൺട്രാക്റ്റ് ചെയ്തിട്ടുണ്ട്, ഞാൻ സത്യമേ പറയുകയുള്ളൂ എന്ന്. അതുകൊണ്ടാണ്. ഹമദാൻ എന്ന് പറയുന്ന പ്രദേശത്തു നിന്നാണ് ഈ സംഭവം ഉണ്ടായത്. ഹമദാൻ എന്നത് ഇറാനിലാണ്, ഹമദാൻ എന്നത് യമനിലാണ്, ഹാ കൊണ്ട്. ഷാഹെ ഹംദാൻ എന്ന് പറയുന്ന മീർ അലി ഹമദാനി, ഇന്ത്യയിലെ സസ്റ്റൈനബിൾ മാൻ ഓഫ് കശ്മീർ എന്ന് അറിയപ്പെടുന്ന കശ്മീർ വാലിയെ സ്വയം പര്യാപ്ത പ്രദേശമാക്കി മാറ്റിയ ഗോളെടുത്ത ആളാണ് ഷാഹെ ഹംദാൻ മീർ അലി ഹമദാനി. അദ്ദേഹത്തിൻ്റെ ഫോട്ടോയുള്ള കറൻസി താജിക്കിസ്ഥാൻ്റെ ഒരാളെടുത്ത് ഞാൻ കണ്ടിട്ടുണ്ട്. ആ രാജ്യക്കാർ അത്രയും അദ്ദേഹത്തെ റെസ്പെക്റ്റ് ചെയ്യുന്നുണ്ട്. ഈ അടുത്ത ദിവസം ഇറാനിൽ നിന്നൊരാൾ വന്നപ്പോൾ, ഇറാൻകാരനാണല്ലോ ഹമദാനി, അപ്പോൾ അദ്ദേഹത്തെക്കുറിച്ച് ഞാൻ ചോദിച്ചപ്പോൾ ഇറാൻകാർ പറഞ്ഞു, താജിക്കിസ്ഥാനിൽ മാത്രമല്ല ഞങ്ങളുടെ നാട്ടിലെ കറൻസിയിലും അദ്ദേഹത്തിൻ്റെ ഫോട്ടോയുണ്ട്. അത്രയും വലിയ ഒരു വ്യക്തിത്വമായിട്ടാണ് ആ നാട്ടുകാർ കണ്ടിരുന്നത്. അപ്പോൾ ഈ ഹമദാൻ എന്ന് പറയുന്ന പ്രദേശത്ത് നിന്നാണ് ഈ സംഭവം ഉണ്ടായത്. അപ്പോൾ ഉമ്മയുമായി ഒരു കോൺട്രാക്റ്റ് ഉണ്ടാക്കിയതിൻ്റെ കാരണത്താൽ, ഉമ്മയോടൊരു ഉടമ്പടി ചെയ്ത കാരണം കൊണ്ട് സത്യം പാലിക്കുന്നുവെങ്കിൽ, ഈ കൊള്ളത്തലവൻ പറയുകയാ എങ്കിൽ ഞാൻ അള്ളാഹുമായുള്ള മുആഹദ ഞാൻ പാലിക്കുന്നില്ല. അള്ളാഹു മനുഷ്യനോട് പറഞ്ഞിട്ടുണ്ടല്ലോ സത്യമേ പറയാവുള്ളൂ, സത്യസന്ധമായി ജീവിക്കണം എന്ന്. അപ്പോൾ ഉമ്മയോടൊരു വാക്കു പറഞ്ഞതിൻ്റെ പേരിൽ ഇത്തരം ഒരു പ്രതിസന്ധി ഘട്ടത്തിൽ പോലും പിടിച്ചു നിൽക്കുന്ന ഒരു കൊച്ചുകുട്ടിയുണ്ടെങ്കിൽ, ജീവിതത്തിൽ സർവസ്വവും തരുന്ന നാഥനെ ഓർക്കാതെ ഈ കൊള്ളസംഘമായി നടക്കുന്ന ഞാൻ എത്ര പാപിയാണ് എന്ന് ആ മനുഷ്യൻ ചിന്തിക്കുകയും അദ്ദേഹം തൗബ ചെയ്യുകയുമാണ്. ഷെയ്ഖ് അവർകൾ പറയുന്നു, അവൻ തൗബ ചെയ്തു, കൂടെയുള്ളവരൊക്കെ തൗബ ചെയ്തു. അൻത കബീറുനാ ഫി ഖത്ഇ ത്വരീഖ് വഅൻത അൽയൗമ കബീറുനാ ഫി തൗബ. കൊള്ളസംഘത്തിൻ്റെ തലവനാണ് നീ എങ്കിൽ ഇപ്പോൾ നീ തൗബ സംഘത്തിൻ്റെ തലവനാണ്. തൗബ ചെയ്തതിൻ്റെ ഈ മുന്നിൽ നിൽക്കുന്നത് താങ്കളാണ്. അങ്ങനെ എല്ലാവരും തൗബ ചെയ്ത് മടങ്ങി. ഒരൊറ്റ വാക്കിൻ്റെ, ഒരു സത്യസന്ധമായ ഒരു പ്രവർത്തനത്തിൻ്റെ കാരണം കൊണ്ടാണ്. അപ്പോൾ കാര്യങ്ങൾ നടക്കുന്നതിന് വേണ്ടി അല്ലെങ്കിൽ രക്ഷപ്പെടുന്നതിന് വേണ്ടി കള്ളം പറയുന്നതിന് പകരം സത്യം തുറന്നു പറഞ്ഞാൽ അതിന് വിജയമുണ്ടാകും. അവസാന വിജയം സത്യത്തിന്. ചിലപ്പോൾ ആ സത്യത്തിൻ്റെ പേരിൽ പ്രയാസം അനുഭവിക്കേണ്ടി വന്നേക്കാം. ചിലപ്പോൾ ഈ ഒരു മനംമാറ്റം ഉണ്ടാകാതെ ആ പണം എടുത്ത് അവർ ഓടിയേക്കാം. പക്ഷെ പൊയ്ക്കോട്ടെ എന്ന് പറയുന്ന ആ ധീരതയാണ്. ആ ധീരമായ മനസ്സുണ്ടെങ്കിൽ, ആ സ്വതുക്ക് നിറഞ്ഞ മനസ്സിൻ്റെ മുന്നിൽ മറുപക്ഷത്തുള്ള ആള് അവർ പതറിപ്പോവുകയും അവരതിന് കീഴടങ്ങുകയും അവരിൽ പരിവർത്തനം ഉണ്ടാവുകയും ചെയ്യും. ഇതാണ് ഷെയ്ഖ് ജീലാനി തങ്ങളുടെ ജീവിതത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഭവം എന്ന് പറയുന്നത്. മറ്റൊന്ന് അദബായിരുന്നു. അബൂ സഈദ് അബ്ദുല്ലാഹ് ഇബ്നു അസ്റൂൻ എന്ന് പറയുന്ന ഒരാൾ രേഖപ്പെടുത്തിയ ഒരു സംഭവം ഇബ്നു ഹജറുൽ ഹൈതമി ഖാത്തിമത്തുൽ മുഹഖ്ഖീൻ ഇബ്നു ഹജറുൽ ഹൈതമി തങ്ങൾ ഫതാവൽ ഹദീസിയയിൽ രേഖപ്പെടുത്തിയത് നമുക്ക് കാണാൻ കഴിയും. അദ്ദേഹം പറയുന്നു, ഞാൻ ബാഗ്ദാദിൽ ഓതാൻ പോയ സമയത്ത് അവിടുത്തെ മദ്രസയിൽ ഞാൻ ജോയിൻ ചെയ്തപ്പോൾ ഇബ്നു സഖ എന്ന് പറയുന്ന ഒരു മിടുക്കനായ വിദ്യാർത്ഥി എൻ്റെ അടുത്ത സുഹൃത്തായിരുന്നു. അങ്ങനെ അന്ന് ഓതുന്ന കാലത്ത് ഞങ്ങൾ ബാഗ്ദാദ് എന്ന് പറഞ്ഞാൽ അന്ന് വലിയ ഉലമാക്കളുടെയും മൗലിയാക്കളുടെയും ഒക്കെ കേന്ദ്രമാണ്. ഒഴിവു ദിവസങ്ങളിൽ അങ്ങനെയുള്ള ആളുകളെ കാണാൻ വേണ്ടി ഞങ്ങൾ പോകും. ഇബ്നു സഖയും ഞാനും കൂട്ടത്തിൽ അബ്ദുൽ ഖാദർ എന്ന് പറയുന്ന കുട്ടിയും ജോയിൻ ചെയ്തു. ഞങ്ങൾ 3 പേരും അന്ന് നാട്ടിൽ അറിയപ്പെട്ട അൽ ഗൗസ് എന്ന പേരിൽ അറിയപ്പെട്ട ഒരു മഹാനെ കാണാൻ വേണ്ടി പോവുകയാണ്. വഴിയിൽ വെച്ച് ഇബ്നു സഖ പറഞ്ഞു, എനിക്കൊരു കിടിലൻ ചോദ്യം ചോദിക്കണം, മറുപടി കിട്ടാത്തൊരു ചോദ്യം ചോദിക്കണം ആ ഷെയ്ഖിനോട്. അബ്ദുള്ള
പറയുന്നു, ഞാൻ പറഞ്ഞു എനിക്ക് അങ്ങനെ മുട്ടുകുത്തിക്കണം എന്നുള്ള പരിപാടിയൊന്നും എനിക്കില്ല. ഞാൻ ചില കാര്യങ്ങളൊക്കെ ചോദിക്കും, നമുക്കറിയാമല്ലോ എത്രമാത്രം ഉണ്ട് എന്ന്. അബ്ദുൽ ഖാദർ എന്ന് പറയുന്ന അവരുടെ സുഹൃത്ത് പറഞ്ഞു, എനിക്ക് അങ്ങനെ യാതൊരു ഉദ്ദേശവും ഇല്ല. ഒരു മഹാനെ കാണാൻ പോയാൽ അവരുടെ ബറക്കത്തെടുക്കണം, ദുആ തേടണം. 3 പേരും കൂടെ അൽ ഗൗസിന്റെ സാന്നിധ്യത്തിലെത്തിയപ്പോൾ അവിടുന്ന് നേരെ തന്നെ ഇബ്നു സഖയെ നോക്കിയിട്ട് പറയുന്നു, എടാ നിന്റെ തലയിൽ കുഫ്രിയത്തിൻ്റെ തീജ്വാലകൾ തിളക്കുന്നതായിട്ട് എനിക്ക് കാണാൻ കഴിയുന്നുണ്ട്. നീ കിടിലൻ ചോദ്യം ചോദിക്കണം എന്നല്ലേ കരുതിയത്? നിന്റെ ചോദ്യം ഇതാണ്, മറുപടി ഇതാണ്. ചോദ്യവും പറഞ്ഞു, മറുപടിയും പറഞ്ഞു. അബ്ദുള്ളയോട് പറഞ്ഞു, നിനക്കും ചിലതൊക്കെ ചോദിക്കണം എന്നുണ്ട്, നീ ഇന്നതല്ലേ ചോദിക്കാൻ ഉദ്ദേശിച്ചത്, ഇതാണ് മറുപടി. നീ ദുനിയാവിൻ്റെ ആളായി, ഒരു കച്ചവടക്കാരനായി, ഒരു ബിസിനസ്മാനായി മാറിപ്പോകും. ആലിമാകാൻ വന്ന ഒരാൾ ആലിമായി ആകാതെ ബിസിനസ്മാനായി മാറുക എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ വലിയൊരു അപചയമാണ്. കാരണം അല്ലാഹു തആല കൊടുത്തിരിക്കുന്ന ഏറ്റവും വലിയ സ്ഥാനമാണ് ഇൽമ് എന്ന് പറയുന്നത്. ഇൽമ് പഠിക്കാൻ പോയിട്ട് ഇൽമ് നിർത്തിവെച്ച് കച്ചവടക്കാരനായി മാറുന്ന വലിയൊരു ഡീഗ്രഡേഷനാണ് ആ ജീവിതത്തിൽ സംഭവിക്കുന്നത്. 3-ാമത്തെ ആളോട് പറഞ്ഞു, താങ്കളിൽ ഞാൻ വലിയ സ്ഥാനം കാണുന്നുണ്ട്. താങ്കൾ ഈ നാടിൻ്റെ, ബാഗ്ദാദിൻ്റെ ഔലിയാക്കന്മാരുടെ, പണ്ഡിതന്മാരുടെ ഉന്നത ശ്രേണിയിൽ നിൽക്കുന്നതായിട്ട് താങ്കളെ ഞാൻ കാണുന്നു. ആ ഹൃദയത്തിലേക്ക് നോക്കിയിട്ട് പറഞ്ഞു. ഷെയ്ഖ് അബ്ദുൽ ഖാദിർ ജീലാനി തങ്ങളുടെ മുന്നിൽ ലോകത്തുള്ള എല്ലാ ഔലിയാക്കന്മാരും തലകുനിക്കുന്നൊരു രംഗം വരാനുണ്ട് എന്ന് പറഞ്ഞു. ഷെയ്ഖ് അവർകൾ പിന്നീട് ജീവിതത്തിൽ അത് അനുഭവിച്ചു. ഇബ്നു സഖ കാഫറായി ചത്തുപോയി. ഈ അബ്ദുല്ലാഹിൽ അസ്റൂൻ ഒരു സാധാരണ കച്ചവടക്കാരനായി, ഒരു ബിസിനസ്മാനായി മാറുകയും ചെയ്തു. എന്നാൽ ഷെയ്ഖ് അബ്ദുൽ ഖാദിർ ജീലാനി അവർകൾ പഠിക്കാൻ വന്ന മദ്രസയിലെ പ്രിൻസിപ്പലായി മാറി. അവിടുത്തെ ഏറ്റവും വലിയ വാഇദായി മാറി. 40 വർഷക്കാലം നിരന്തരമായ വഅളുകൾ പറഞ്ഞു. നന്നായി 90 കാലം ഇരുന്നവർ, 40 പതിറ്റാണ്ടോളം വഅള് പറഞ്ഞവർ എന്ന് പറഞ്ഞ ആ വഅളാണ് അൽ ഫത്ഹുർ റബ്ബാനി, ജവാഹിർ, അതുപോലെയുള്ള ബഹജത്തുൽ അസ്റാർ പോലുള്ള കിതാബുകളിലുള്ളത്. അവിടുത്തെ വഅളുകളാണ്. ഇത് 3 ഗ്രേഡാണ്, പ്രൈമറി, സെക്കൻഡറി ആൻഡ് ഹയർ ഗ്രേഡിലുള്ള 3 തരം വഅളുകളാണ് ഈ 3 കിതാബുകളിലും ഉള്ളത്. പ്രൈമറി സെക്ഷനിലുള്ള ആളുകൾക്ക്, അതിനേക്കാളും ഉയർന്ന ഖവാസുകൾക്ക് പിന്നെയുള്ളത് ഖവാസുൽ ഖവാസിനുള്ള വഅളുകളാണ് ഈ 3 ഗ്രന്ഥത്തിലും ഉള്ളത്. അതാണ് കോഴിക്കോട്ടെ തുറമുഖം എന്ന് പറയുന്ന കോഴിക്കോട്ടെ തുറയിൽ പിറന്ന ഷെയ്ഖ് കോഴിക്കോട്ടെ ഖാദി മുഹമ്മദ് അവർ പാടിയ ബെയ്ത്തിൽ അവർ പറയുന്നത് അതാണ്. അവർ കണ്ടൻ അറിവാളൻ കാട്ടിത്തരുന്നത് പോലെ, കണ്ട് മനസ്സിലാക്കിയ ആൾ പറഞ്ഞു തരുന്നത് പോലെയാണ് ഷെയ്ഖ് ഖാദി മുഹമ്മദ് മൊഹീദ്ദീൻ മാലയിൽ പറഞ്ഞത് കണ്ടാൽ തോന്നുക. അവർ പറഞ്ഞിട്ടുള്ളത് എന്താണ്? അവർ ചൊന്ന ബെയ്ത്തിന്നും ബഹജ കിതാബിന്നും അങ്ങനെ തക്മില തന്നിൽ നിന്നും കണ്ടോവർ. മൊഹീദ്ദീൻ ഷെയ്ഖ് അവരുടെ ബെയ്ത്തുകളിൽ നിന്നും, അവിടുത്തെ ആ ഗ്രന്ഥങ്ങളിൽ നിന്നും പകർത്തിയതാണിത്. അതുകൊണ്ടാണ് മൊഹീദ്ദീൻ മാല മലയാളത്തിലെ ആദ്യത്തെ ഗ്രന്ഥമാണത്. കേരളത്തിൻ്റെ സാക്ഷരതാ മിഷൻ്റെ ഹെഡാണ് ഖാദി മുഹമ്മദ് അവർകൾ. കേരളത്തിൻ്റെ ആദ്യത്തെ സാഹിത്യ ഗ്രന്ഥമാണത്. അതുകൊണ്ട് തന്നെ കേരളത്തിലെ എല്ലാ മതക്കാരും ഖാദി മുഹമ്മദ് അവർകളെ പ്രശംസിക്കുന്നു. മതമില്ലാത്തവനും ഖാദി മുഹമ്മദ് അവർകളെ പ്രശംസിക്കുന്നു. അന്യനാടുകളിൽ നിന്നുള്ള ആളുകൾ ഖാദി മുഹമ്മദ് അവർകളെക്കുറിച്ച് പഠിക്കാൻ വേണ്ടി കോഴിക്കോട്ടേക്ക് വരുന്നു. അങ്ങനത്തെ വലിയൊരു സ്ഥാനം മൊഹീദ്ദീൻ മാല എന്ന് പറയുന്ന കാവ്യസമാഹാരത്തിന് ലഭിച്ചു. അതിൻ്റെ സാഹിത്യ ഭംഗിയാണത്. ഇതേ കാവ്യം തമിഴിലുണ്ട്, അറബി തമിഴിലുണ്ട്, ഉറുദുവിലുണ്ട്, മറ്റു പല ഭാഷകളിലുമുണ്ട്. ഹദായികെ ബഖ്ശീഷിൽ അല ഹസ്രത്ത് ഇമാം അഹമ്മദ് റിള ഖാൻ ഫാദിറി ബറേൽവി അവർകൾ പറഞ്ഞത് കാണാം. ആ കവിതകളും ഈ കവിതകളും തമിഴൊക്കെ എല്ലാം ഒരേ രീതിയിൽ തന്നെ കാണാം. ഇവരൊന്നും പരസ്പരം കണ്ടവരല്ല. എല്ലാറ്റിൻ്റെയും സോഴ്സ് ഒന്നാണ്. എല്ലാ കോഴികളും കൂകി അണയുമ്പോൾ
മുഹീദ്ദീൻ കോഴി ഖിയാമത്തോളം കൂകും അതെന്നോവർ. മുർഗി സബ് ബോൽത്തെ ഹെ ബോൽ കെ ചുപ് രഹ്തേ ഹെ സബ് അദബ് രഖ്തേ ഹെ ദിൽ മേ തേരെ ആഖാ മേരെ ആഖാ തേരാ എന്ന് പറഞ്ഞ ഒരുപാട് കവിതകൾ ഹദായിക്ക് ബഖ്ശീഷിൽ നമുക്ക് വെരി സിമിലറായിട്ട് കാണാൻ കഴിയും. അപ്പോൾ ആ കവിതയിലും എല്ലാം ഈ വാത് പറഞ്ഞ അവരവരുടെ മഹാനവറുകളുടെ ആ ഗ്രന്ഥങ്ങൾ, ഈ 40 വർഷത്തെ വാതാണ് യഥാർത്ഥത്തിൽ ഷേഖ് ജീലാനി അവരുടെ മിഷൻ എന്ന് പറയുന്നത്. ആളുകൾക്ക് മുഴുവനും തർബിയത്ത് നൽകുകയായിരുന്നു. അവരുടെ പ്രയോഗങ്ങൾ കണ്ടാൽ, ആ കിതാബിൻ്റെ പ്രയോഗങ്ങൾ കണ്ടാൽ നമുക്ക് പലപ്പോഴും താജുൽ ഉലമയെ ഓർമ്മ വരും. എടാ കേട്ടോ എന്ന് ചോദിക്കുന്ന ആ ഒരു രീതിയിലാണ് വൈഹക് എന്നൊക്കെ പ്രയോഗിച്ചുകൊണ്ടുള്ള ഗൗരവതരമായ വാണിങ്ങുകളാണ് ഷേഖ് ജിലാനി അവരുടെ ഈ കിതാബിൽ നമുക്ക് പലപ്പോഴും കാണാൻ വേണ്ടി സാധിക്കുന്നത്. ഇൻഷാ അല്ലാഹ് ഷേഖ് ജിലാനി അവരുടെ പടുപോത്ര ഗ്രാൻഡ് സണ്ണിൽപ്പെട്ട ഇന്നത്തെ അവിടുത്തെ താക്കോൽ ഹോൾഡറായ ഷേഖ് അഫീഫുദ്ദീൻ ജീലാനി അവറുകൾ ഡിസംബർ മാസത്തിൽ ഇവിടെ ഇൻഷാ അല്ലാഹ് വരികയും നമുക്കൊരു ദിവസം ഖുത്ബ നിർവഹിക്കുകയും ഈ ഗ്രന്ഥങ്ങളിൽപ്പെട്ട ഏതെങ്കിലും ഒന്നിൻ്റെ ഒരു ദർസ് നമുക്കുണ്ടാവുകയും ചെയ്യും. അതുപോലെ തന്നെ അടുത്ത വെള്ളിയാഴ്ച നമ്മൾ മേലെ ഹാളിലേക്ക് മാറുകയാണ്. അപ്പോൾ അബുദാബിയിലെ വളരെ പ്രശസ്തമായ ഒരു വിശ്വോത്തര പണ്ഡിതൻ, ഈ മണ്ണിൽ വന്ന് അദ്ദേഹം നിസ്കരിച്ചിട്ടുണ്ട്. ഇവിടെ പണി തുടങ്ങുന്നതിന് മുമ്പ് അദ്ദേഹം വരും ഇൻഷാ അല്ലാഹ്. അപ്പോൾ ഷെയ്ഖ് അബ്ദുൽ ഖാദിർ ജീലാനി അവരുടെ ആ മഹത്വത്തെ അറിയാൻ നമുക്ക് വായിക്കാൻ ഏറ്റവും പറ്റിയൊരു ഗ്രന്ഥം ഈ മുഹീദ്ദീൻ മാല തന്നെയാണ്. അറബി മലയാളമൊന്നും പുതിയ ജനറേഷന് വായിക്കാൻ അറിയില്ല, അത് വായിച്ചു പഠിച്ചേ പറ്റുകയുള്ളൂ. അറബി മലയാളത്തിൽ 1000-ലേറെ ഗ്രന്ഥങ്ങളുണ്ട്, എല്ലാ ശാസ്ത്രവും അതിലുണ്ട്. അപ്പം ഈ മാല എല്ലാവരും ഒരു തവണയെങ്കിലും പാടിയിട്ട് ശ്രദ്ധിച്ചുകൊണ്ട് മനസ്സിലാക്കിക്കൊണ്ട് പാടണം. അങ്ങനെ അത് ജീവിതത്തിൻ്റെ അതിൽ ചരിത്രങ്ങൾ നമുക്ക് ഒട്ടേറെ പഠിക്കാനുണ്ട്. ഉലിയാക്കന്മാരുടെ ചരിത്രങ്ങൾ പറയുമ്പോൾ കറാമത്തുകൾ മാത്രം കേട്ട് അത് മാത്രമാണ് ഈ കറാമത്ത് കാണിച്ചുകൊണ്ടിരിക്കുന്ന എന്തോ ഒരു കൂട്ടരാണ് എന്ന് തോന്നും. കറാമത്തുകൾ അവർക്കുണ്ടായിത്തീരുന്ന അള്ളാഹു കൊടുത്തിട്ടുള്ള വലിയ ഫലങ്ങളും ബഹുമാനവുമാണ്. അതേസമയത്ത് അവരുടെ മിഷൻ വിജ്ഞാനമാണ്, ഇൽമ് പഠിപ്പിക്കുക. താമസിച്ചു പഠിക്കുന്ന കുട്ടികളുണ്ട്, വന്നു കേട്ടുപോകുന്ന കുട്ടികളുണ്ട്. അങ്ങനെയുള്ളൊരു മിഷനാണ് അവർക്കുള്ളത്. നമുക്കും ഇൻഷാ അല്ലാഹ് നമ്മുടെ മസ്ജിദ് കേന്ദ്രീകരിച്ചുകൊണ്ട് നമ്മൾ നടത്തുന്ന മദ്രസകൾ, ക്ലാസ്സുകൾ, ആഴ്ച ക്ലാസ്സുകൾ, ഇൻഷാ അല്ലാഹ് ഇനി നമുക്ക് വലിയൊരു മജ്ലിസ് അടുത്ത ദിവസം ബുധനാഴ്ചയോ വ്യാഴാഴ്ചയോ എന്നാണെന്നുള്ളതൊക്കെ അടുത്ത ദിവസം പ്രഖ്യാപിക്കും. ഇവിടെ വലിയൊരു ഒരു മജ്ലിസു ദിക്രി വദ്ദുആ ഈ ജീലാനി ദിനത്തോടനുബന്ധിച്ചുകൊണ്ട് ഇൻഷാ അല്ലാഹ് വരാൻ പോകുന്നുണ്ട്. അന്ന് കൂടുതലായി ഇത്തരം വിഷയങ്ങൾ സംസാരിക്കാം എന്നും ഓർമ്മപ്പെടുത്തിക്കൊണ്ട് പലതരത്തിലുള്ള ദിക്റുകളും ദുആകളും പ്രഭാഷണങ്ങളും വലിയ മഹത്തുക്കളായ ഉലമാക്കളുടെയും സാദാത്തുക്കളുടെയൊക്കെ സാന്നിധ്യവും ആ സദസ്സിലുണ്ടാകും. നമ്മുടെ എല്ലാ ഖൈറായ ഹലാലായ ഉദ്ദേശങ്ങൾക്ക് വേണ്ടി, രോഗശാന്തിക്ക് വേണ്ടി, ആവശ്യപൂർത്തീകരണത്തിന് വേണ്ടി, അങ്ങനെയുള്ള ആവശ്യങ്ങൾക്കൊക്കെ അത്തരം മജാലിസുകളെയാണ് നമുക്കിനി അവലംബിക്കാനുള്ളത്. നമുക്ക് ചെന്നു പറയാൻ പറ്റുന്ന, കാണാൻ പറ്റുന്ന ആളുകളെ, അത്തരം ആളുകളെയൊക്കെ നമുക്ക് ഇപ്പോൾ ഇക്കാലഘട്ടത്തിൽ ദർശിക്കാൻ കഴിയാതെ വരുമ്പോൾ അവർ ബാക്കി വെച്ചു പോയിട്ടുള്ള ആ ദിക്റുകളും അതിൻ്റെ മജ്ലിസുകളെയും ഉപയോഗപ്പെടുത്തുക എന്നത് തന്നെയാണ് നമ്മുടെ മുന്നിൽ മാർഗമായിട്ടുള്ളത്.